ജെയ്ഷെ മുഹമ്മദ് സംഘടനകളടക്കം പാകിസ്ഥാനിൽ 22 ഭീകരവാദ ട്രെയിനിംഗ് ക്യാമ്പുകൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നതായി റിപ്പോർട്ട്. ഇതുവരെ ഈ കേന്ദ്രങ്ങൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഒരു മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ വാഷിംഗ്ടണിൽ പറഞ്ഞു. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബാലക്കോട്ടിന് സമാനമായ സൈനിക നടപടികൾ എടുക്കേണ്ടി വരുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ ഭീകരതയുടെ ആഗോള കേന്ദ്രമാണ്. ഭീകരവാദ സംഘടനകൾക്കും ഭീകരവാദികൾക്കുമെതിരെ വിശ്വസനീയമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ബലാക്കോട്ട് ആക്രമണത്തിന് ശേഷം ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ കർശന നടപടി കൈക്കൊള്ളേണ്ടതിന് പകരം കറാച്ചിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും വ്യോമ ഗതാഗതം അടച്ചിടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. നുണപ്രചരണങ്ങൾ പരത്തുക എന്നത് അവരുടെ ഭാഗമാണ്. അടുത്തിടെ നിരവധി ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ പാകിസ്ഥാൻ നടപടി എടുത്തെന്ന് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും അതിൽ അത്ഭുതമൊന്നുമില്ല. ഇന്ത്യയിൽ ഓരോ ഭീകരാക്രമണം നടത്തിയ ശേഷവും അവർ നടത്തുന്ന നാടകങ്ങളാണിത്. ഭീകര നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി എന്ന് പറഞ്ഞ് ആഡംബര താമസ സൗകര്യമൊരുക്കുന്ന ചുറ്റിത്തിരിയുന്ന വാതിലിൽ നയമാണ് പാകിസ്ഥാന്റേത്. സ്ഥിതിഗതികൾ സാധാരണ നിലയ്ക്കായാൽ വീട്ടുതടങ്കലിലാക്കി സംരക്ഷണം നൽകിയവരെ വിട്ടയക്കുകയും ചെയ്യും. എന്നാൽ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു പുതിയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിർത്തി കടന്നു വരുന്ന എല്ലാ ഭീകരാക്രമണങ്ങൾക്കും അപ്പോൾ തന്നെ പ്രതികാരം ചെയ്യും. അയൽ രാജ്യത്തിന് നൽകേണ്ട വില നൽകിക്കൊണ്ട് തന്നെയാകും നടപടിയെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ നേരിട്ട ഏറ്റവും വലിയ സമ്മർദ്ദവും ഇത് തന്നെയായിരുന്നു. ഇന്ത്യ വിരുദ്ധ നിലപാടും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതും. പാകിസ്ഥാൻ സൈന്യത്തിനോ പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കോ ഒരു തുള്ളി ചോര ചിന്താതെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. അപ്പോഴും പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നത് ഭീകരരെ ഇന്ത്യ ആക്രമിച്ചു എന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ്. എന്തായാലും ഇനി പാകിസ്ഥാൻ ഉറപ്പിക്കേണ്ടത് രാജ്യാന്തര സമ്മർദ്ദം നിലനിൽക്കുമ്പോഴും എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ വേണോ അതോ ഒറ്റപ്പെടണോ എന്ന് തന്നെയാണ്. കാരണം പാകിസ്ഥാനാണ് എപ്പോഴും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ശത്രു രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്ന പാകിസ്ഥാൻ ഇനിയെങ്കിലും ആ ജോലിയിൽ നിന്ന് പിൻവാങ്ങി എല്ലാ രാജ്യങ്ങളോടൊപ്പം ഒന്നിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും പറയുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.